എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചാത്തന്നൂർ മുതൽ തിരുമുക്ക് ഇത്തിക്കര പാലം വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കല്ലുവാതുക്കൽ ടോൾ പ്ലാസ മുതൽ ചാത്തന്നൂർ ജംഗ്ഷൻ വരെയുള്ള വീഡിയോ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് ഐകാർഡിലും എൻ്റെ സ്ക്രീനിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് ചാത്തന്നൂർ ജംഗ്ഷനിൽ നിന്നാണ്. ചാത്തന്നൂർ ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കി അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള ആറി വാളിൻ്റെ 2 സൈഡിലെയും വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ചാത്തന്നൂർ ജംഗ്ഷൻ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ താറങ്ങി മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇവിടെ നിന്നും മുന്നോട്ട് പോയി തിരുമുക്ക് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ കാഴ്ചകൾ കാണാം. ചാത്തന്നൂരിനും തിരുമുക്കിനും ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് മാത്രമാണ് മെയിൻ റോഡിൻ്റെ വർക്ക് നടന്നിട്ടുള്ളത്. ഇവിടെ ഒരു സൈഡിലെ സർവീസ് റോഡുകൾ നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മറു സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ചാത്തന്നൂരിനും തിരുമുക്കിനും ഇടയ്ക്ക് റൈറ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കാത്തതിനാൽ പഴയ നാഷണൽ ഹൈവേ റോഡ് വഴിയാണ് വാഹനങ്ങൾ പോകുന്നത്. അത് കംപ്ലീറ്റായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതിനാൽ സദാസമയവും പൊടിപടലങ്ങളാണ് ഇവിടെ. തിരുമുക്കിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിന് വേണ്ടിയുള്ള ആറിവാളിൻ്റെ വർക്കുകളും പുരോഗമിക്കുകയാണ്. ഒരു സൈഡിലെ ആറിവാൾ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ ആറിവാളിൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള മണ്ണുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. വീഡിയോ എടുക്കുന്നത് കൂടുതലും സർവീസ് റോഡ് വഴി ആയതിനാൽ 2 സൈഡിലെയും വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെയും സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ താറങ്ങി മാത്രമേ നടന്നിട്ടുള്ളൂ. ഇവിടെ നിന്നും ഇടത് സൈഡിലേക്ക് തിരിഞ്ഞാണ് പരവൂർ നെടുങ്ങോലം ഭാഗത്തേക്കൊക്കെ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഇവിടെ ഒരു അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത്. വലിപ്പം കുറഞ്ഞ ഒരു അണ്ടർപാസാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വീഡിയോയിൽ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന അണ്ടർപാസിനോട് ചേർന്ന് ഒരു അണ്ടർപാസ് കൂടി നിർമ്മിച്ചിരുന്നു എങ്കിൽ വാഹനങ്ങൾ സുഖമായി കടന്നു പോകുമായിരുന്നു. അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിൽ ആറിവാളിൻ്റെ വർക്കിനാവശ്യമായിട്ടുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നിന്നും നേരെ പോകുന്നത് ഇത്തിക്കര പാലത്തിനടുത്തേക്കാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. തിരിച്ചു വരുമ്പോഴുള്ള വീഡിയോയിൽ കൂടുതലായി കാണിക്കാം.
കല്ലുവാതുക്കൽ പാറയിൽ ജംഗ്ഷനിൽ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും. റൈറ്റ് സൈഡിൽ സർവീസ് റോഡുകൾ കുന്നിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. അതിനായി റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കാണിപ്പോൾ നടക്കുന്നത്. റോഡിൻ്റെ ഇടതുവശത്ത് നോക്കുകയാണെങ്കിൽ സർവീസ് റോഡ് കുറച്ചുകൂടി മുന്നോട്ട് വർക്കുകൾ തീർന്നിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള റീറ്റെയിനിങ് വാളിൻ്റെ വർക്കും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇവിടെ അല്പം താഴ്ന്ന പ്രദേശമാണ്. ഇപ്പോൾ ഇവിടെ വൃത്തിയാക്കി റീറ്റെയിനിങ് വാളുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. ശിവാലയുടെ ഒരു പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. അതിൻ്റെ മെഷീനറീസാണ് മുന്നിലായി കാണുന്നത്. ഇവിടെ നിന്നും അങ്ങോട്ടുള്ള വർക്ക് അവസാന ഘട്ടത്തിലേ കാണുള്ളൂ. ചാത്തന്നൂർ കഴിഞ്ഞാൽ ഇത്തിക്കര പാലത്തിന് മുന്നേ ഒരു എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും വരേണ്ടതാണ്. ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടില്ല. ഇത്തിക്കര പാലത്തിൻ്റെ ഇടത് സൈഡിൽ സർവീസ് റോഡുകളില്ല. ഇത്തിക്കര പാലത്തിലെ വലത് സൈഡിലുള്ള പഴയ നാഷണൽ ഹൈവേ റോഡ് സർവീസ് റോഡായി ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ടെക്നിക്കലായ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നതായി കണ്ടു. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻ്റ് രൂപത്തിൽ തിരുത്താവുന്നതാണ്. നാട്ടിൽ നടക്കുന്ന റോഡ് വികസനത്തിൻ്റെ കാഴ്ചകൾ ഞാൻ കാണുന്നതോടൊപ്പം നിങ്ങളും കാണണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന വീഡിയോയാണ്. ദയവായി സഹകരിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാലത്തിൻ്റെ തെക്ക് സൈഡിലെ കാഴ്ചയാണ്. ഇവിടെ ഒരു സൈഡിൽ റീറ്റെയിനിങ് വാൾ നിർമ്മിക്കുന്നതായി കാണാം. കൂടാതെ ഡ്രെയിനേജ് അവസാനിക്കുന്നതും ഇവിടെ സർവീസ് റോഡുകൾ ഉണ്ടാവില്ല. പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് കൊണ്ടിട്ട് നിരത്തുന്ന വർക്കാണ് നടക്കുന്നത്. പാലത്തിലെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാലത്തിൻ്റെ രണ്ട് സൈഡിലും കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള നടപ്പാതകളും നിർമ്മിക്കുന്നുണ്ട്. പാലത്തിൽ മൊത്തം 6 വരികളാണുള്ളത്. പഴയ പാലവും പുതിയ പാലവും ഒരേ ഹൈറ്റിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്.
പാലത്തിൻ്റെ വടക്ക് സൈഡിലും മണ്ണ് ഉറപ്പിക്കുന്ന വർക്കാണ് നടക്കുന്നത്. പാലത്തിനോട് ചേർന്നുള്ള മെയിൻ റോഡിൻ്റെ വർക്ക് കുറച്ചു ദൂരം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും സർവീസ് റോഡുകൾ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ മാക്സിമം എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോകൾ കണ്ട് പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളും ആദ്യം കാണുമ്പോൾ തന്നെ തിരിച്ചറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്നും നേരെ കുന്നിന് മുകളിൽ നിർമ്മിക്കുന്ന സർവീസ് റോഡിൻ്റെ കാഴ്ചകൾ കാണാനായി പോകാം. ഇവിടെ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കും നടക്കുന്നുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്ത് മെറ്റൽ നിരത്തിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ കാണാം.
കുന്നിൻ്റെ ഏകദേശം പകുതി ഭാഗം വരെ മെറ്റൽ നിരത്തി ടാറിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ തിരുമുക്കിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിനോട് ചേർന്നുള്ള ഭാഗത്തെ അറിവാളിൻ്റെ വർക്കുകൾ കാണാം. ഇവിടെ കുറച്ച് ദൂരം വരെ മെയിൻ റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അറിവാളിൻ്റെ വർക്കിനാവശ്യമായിട്ട് മണ്ണ് നീക്കം ചെയ്യുന്നതാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടന്നിട്ടില്ല. അതിനാലാണ് റോഡ് തിരിച്ചു വിടുന്നത്. നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത് നേരത്തെ കണ്ട ആറിവാളിൻ്റെ ഭാഗമാണ്. ഇവിടെ മണ്ണ് ഇത്രത്തോളം ഉയർത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇടതുവശത്തെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കണം. അതിനുശേഷം മെയിൻ റോഡിൻ്റെ വർക്കും നടക്കേണ്ടതാണ്. ഇപ്പോൾ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ പഴയ നാഷണൽ ഹൈവേയിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. ആ റോഡ് കംപ്ലീറ്റായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. കൂടാതെ മുകളിൽ ഇട്ട മണ്ണ് പലതും റോഡിലേക്ക് വന്ന് വീണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുമ്പോൾ വലിയ പൊടി പടലങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇവിടെ ഇടത് ഭാഗത്ത് മെറ്റൽ നിരത്തി സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിയതായി കാണാം. മെയിൻ റോഡിൻ്റെ കുറച്ച് ഭാഗത്തെ വർക്കുകളും നടന്നിട്ടുണ്ട്.
ഇവിടെ നിന്നും നേരെ കാണുന്നത് ചാത്തന്നൂർ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡാണ്. അവിടെ ടാറിങ്ങിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല. മുകളിലേക്ക് പോയി കാഴ്ചകൾ കാണിക്കാനായി. ഇവിടെ നിന്നും സർവീസ് റോഡ് വഴി ചാത്തന്നൂർ ജംഗ്ഷൻ വരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. മൈലക്കാട് മുതൽ സിതാര ജംഗ്ഷൻ കൊട്ടിയം വരെയുള്ള വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.